പ്രൈസ് ദി ലോർഡ്. പോൽക്കാലം കടന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചതുരമായി ചെയ്തു വന്ന സ്വർഗത്തിലെ ദൈവത്തിന് സകല മാനവും മഹത്വവും കരയറ്റുകയാണ്. കൂടാതെ ഇന്ന് പോൽക്കാലം ക്ഷേമത്തോടെ കടന്നു വരുവാൻ ഇങ്ങനെ ഇത്ര അനുഗ്രഹകരമായ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അതിനോടൊപ്പം തന്നെ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇതിന്റെ സ്ഥാപകനായ പാസ്റ്റർ തോമസ് ഫിലിപ്പ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് പോൽക്കാലം എനിക്ക് ഇവിടെ കടന്നു വരാൻ ഒരവസരം ഒരുക്കി തന്ന പ്രിയ ലീലാമാൻഡി, പൊന്നമ്മേൻഡി, ഇവിടെയുള്ള പരിചയമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സഹോദരി സഹോദരന്മാർ, പാസ്റ്റേഴ്സ് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല, കാരണം സമയം കടന്നുപോയി, ആരും ബോറടിപ്പിക്കില്ല. കാരണം കർത്താവ് ദാസി വിലയേറെ ദാസി വചനം ശുശ്രൂഷിപ്പൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ അനേകരും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. എന്നെ സംബന്ധിച്ച ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. 85-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വസനായ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, നീതിയായ ദൈവം നോക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം തന്റെ ജനം എത്രമാത്രം വിശ്വസ്തയോടെ ആയിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം പല പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഇവിടെ ഈ മീറ്റിംഗ് നടക്കുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയും എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കുവാൻ ദൈവം സഹായിച്ചതോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കുകയാണ്. നമ്മളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മളുടെ പ്രവൃത്തി എങ്ങനെയാണ് എന്ന്. ആ സ്വർഗത്തിലെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഓരോ ഗൃഹവിചാരകന്മാരാക്കി ആക്കിയിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? വിശ്വസ്തത. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇന്നപ്പോൾ കാലം ഹല്ലേലൂയ ശ്രീഭണ്ഡാരത്തിന്റെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ആ വിധവയായ സ്ത്രീ അവൾക്കുള്ളതൊക്കെ ഇട്ടത് ഹല്ലേലൂയ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഇതൊക്കെയും സൂക്ഷ്മത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ ഹൃദയങ്ങളെയും ഹല്ലേലൂയ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമെന്നും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എന്താണ് ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളായിരിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് കടന്നു വന്നതെന്നും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം മുഴുവനായി അറിയുന്നു. മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെയും കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരാധനറിയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പോയ കാലം ആ ദൈവം നമ്മളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമോസ് പ്രവാചകൻ പറയുന്ന പോലെ ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഒരു ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ ആമോസ് പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എനിക്കും പറയാനുള്ളത് ഞാനൊരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെന്തക്കോസ്ത് അനുഭവം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ആ സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ എന്നെ മുന്നമേ കണ്ടിരുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം എന്നെയും കണ്ടിരുന്നു. 21 വയസ്സുവരെ ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അവിടുത്തെ അച്ചടക്കത്തിൽ ജീവിച്ച ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ 21 വയസ്സുവരെ ഞാൻ പറയട്ടെ, എനിക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് കൂടുതൽ അറിയില്ല. പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ടുള്ള പരിചയമല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. കാരണം ഹിന്ദുസും ബ്രാഹ്മൺസും മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ 3 ഫാമിലി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിലും അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അകത്ത് കയറാനായിട്ട് പ്രവേശനമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അധികമായിട്ടുള്ള യാതൊരു പരിചയവും ക്രിസ്ത്യാനികളെ കുറിച്ച് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെയും ഹല്ലേലൂയ സ്തോത്രം കൊച്ചു കുഞ്ഞിനെ പോലും വീട്ടിൽ കയറാത്ത അവസ്ഥയിൽ എനിക്ക് ഭയങ്കര വേദന തോന്നും. ഞാൻ പറയും, ആ കുഞ്ഞിനെ കയറിയോണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കയറാൻ പാടില്ല, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചെന്നിട്ടിനകത്ത് കയറും. അപ്പോൾ തന്നെ അമ്മ പറയും, ഈ വീടുകൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചാണകവെള്ളം കളിക്കുന്ന ഒരവസ്ഥ. അത്രമാത്രം ഹല്ലേലൂയ സ്തോത്രം ആചാരങ്ങൾ ഹല്ലേലൂയ കൊടുപ്പെട്ടുകൊണ്ടിരുന്ന ആ ഭവനത്തിൽ നിന്ന് സ്വർഗത്തിന്റെ കൃപ ഒന്നും മാത്രമാണ് ദൈവനെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം.
കാരണം ഞാൻ പോലും അറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം എന്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ 6 മക്കളായിരുന്നു. അതിൽ ഏറ്റവും ഇളയതായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നെ വളരെയേറെ സ്നേഹവും വളരെ സന്തോഷത്തിൽ ഹല്ലേലൂയ സ്തോത്രം യാതൊരു കുറവുമില്ലാതെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചിരുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ദൈവപ്രകാരമില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം പാപങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയും അതേപോലെ ഒരു ശുശ്രൂഷനോടെയാണ് വളർത്തിയത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഈ ദൈവത്തെ പെട്ടെന്ന് കണ്ടുമുട്ടുവാൻ, പെട്ടെന്ന് ഈ ദൈവം ആരെന്നറിയുവാൻ എന്നെ സഹായിച്ചത് എന്റെ അച്ഛൻ തന്നെയായിരുന്നു. കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ പറയുമായിരുന്നു, നമ്മൾ എന്ത് ചെയ്താലും ഹല്ലേലൂയ ഒരാൾ ഇതൊക്കെയും അറിയും. ആ ഒരാൾ ഇതൊക്കെയും അറിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ദൈവമാണെന്ന്. പലപ്പോഴും ഞാൻ ഒളിഞ്ഞു നോക്കും, ആരോ എവിടെ നിന്ന് നോക്കുന്നുണ്ട്, ആരോ എവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ഒരു ഭയമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ ചേച്ചി ഹല്ലേലൂയ സ്തോത്രം മദ്രാസിൽ നിന്ന് ട്രാൻസ്ഫറായി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഹല്ലേലൂയ എനിക്ക് എറണാകുളത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയായി. എന്റെ വീട് അമ്പലപ്പുഴയാണ്. അമ്പലത്തിന്റെ അടുത്താണ് എന്റെ വീട്. അങ്ങനെ ചേച്ചിയിലൂടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പെന്തക്കോസ്ത് ആരാധന എന്താണെന്ന് അറിയുവാനായിട്ടൊന്ന് പോയി. എന്നാൽ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ടില്ല, വളരെ പ്രത്യേകതയുള്ള ഒരു ജാതി ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ ഇടയായി. എന്നാൽ അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള ആരാധന ബഹളം നോക്കിയിട്ട് എനിക്ക് പേടിയായി കഴിഞ്ഞപ്പോ പെട്ടെന്ന് അവിടെ ശുശ്രൂഷിക്കാൻ വന്ന കോട്ടയത്തുള്ള ഒരു കർത്താവിന്റെ ദാസൻ വന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ജാതികളിൽ നിന്നും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ഹല്ലേലൂയ. അന്ന് എനിക്ക് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. എന്നാൽ നീ അനേകർക്ക് മാതാവായി, അനേകർക്ക് ഹല്ലേലൂയ കണ്ണുനീർ തോന്നുന്ന അവസ്ഥയിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നിന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ ഭവനത്തിലുള്ള ആ വിഗ്രഹങ്ങളുടെയും ഹല്ലേലൂയ അവിടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഒക്കെയും പേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എന്നെ ആദ്യമായിട്ട് കാണുന്ന ഈ പാസ്റ്റർ ഇദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെയും പറയുന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ തലവേദനയുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പൊ പെട്ടെന്ന് ഹല്ലേലൂയ അദ്ദേഹം കുറച്ച് എണ്ണ എടുത്തിന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു, ആ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ നോക്കാമല്ലോ, ഇനി തലവേദന വരുമോ എന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അന്ന് മുതൽ തലവേദന മാറി. എന്നാൽ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, അച്ഛൻ പറഞ്ഞത് ഹല്ലേലൂയ ഇല്ല ഒരാൾ ഇതൊക്കെയും കാണുമെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം ഇത് തന്നെ ആയിരിക്കും. കാരണം ഇത്രയും നാൾ 21 വയസ്സ് വരെയും ഞാൻ അറിയാത്തത് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പോൽക്കാലം എനിക്ക് അറിയാൻ ഇടയായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതിനുശേഷം 2-3 പ്രാവശ്യം എനിക്ക് അവിടെ കടന്നു പോകാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നുകയും അവിടെ പോകാനിടയായി. എന്നാൽ ചേച്ചി പറഞ്ഞു കൂടുതലായിട്ടൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ അറിയാതെ ഞാൻ 2-3 പ്രാവശ്യം പോയി. അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ രക്ഷയുടെ ദൂത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കേട്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ ദൈവം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമാണ്. അനേകരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജാതി ഹല്ലേലൂയ സ്തോത്രം. ദൈവം പറയുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം ഈ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ ഈ ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വാസ്തവമായി എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ ചെന്നു, ഹല്ലേലൂയ എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആ പാസ്റ്ററിന് വളരെ പേടിയായിരുന്നു. എങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം എനിക്കും ഹല്ലേലൂയ സ്തോത്രം ആ റോമലേഖനത്തിൽ നിന്ന് ആ വചനം പറഞ്ഞു തരികയും കർത്താവിന്റെ ഹല്ലേലൂയ ഒരു പൈതലായി തീരുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ഹല്ലേലൂയ അതിനുശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എനിക്ക് വളരെ വ്യത്യാസം എന്റെ ചേച്ചിക്കൊക്കെ തോന്നി. പക്ഷെ ഞാനിത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആ വ്യത്യാസം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസം എന്നെ അവിടെ നിർത്തിയില്ല. വീട്ടിലേക്ക് പോകാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നെ കൊണ്ടുപോയി. അവരും ട്രാൻസ്ഫറായി ഹല്ലേലൂയ സ്തോത്രം മദ്രാസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഒരു സംശയം, എന്തോ ഒരു പ്രത്യേകത, ഇവിടെ നിന്നും പോയതുപോലെയല്ല, എന്തോ വളരെ വ്യത്യാസം തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. ഒരു കാര്യം എനിക്ക് സത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും എന്റെ ഭവനത്തിൽ നിർത്തുകയില്ല. എനിക്ക് അങ്ങനെ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കില്ല, എനിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എനിക്കറിയില്ല ദൈവത്തിൽ നിന്നുള്ള വാക്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരാള് എന്റെ കൂടെ വന്നിരുന്ന് പറയുന്ന പോലെ ആ ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇതെന്താണ് പൊട്ടു തൊടുന്നില്ല, വല്ല മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലാത്തൊരവസ്ഥ. സിനിമയ്ക്ക് പോകാൻ വിളിച്ചാൽ പോകുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. കാരണം അങ്ങനെ
കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇനി സിസ്റ്റർ അമ്പലത്തിൽ പോയി കൈയെടുത്ത് കൂപ്പാൻ പാടില്ല, ഒരു വിഗ്രഹത്തിന് മുൻപിൽ തൊടാൻ പാടില്ല, അതുപോലെ തന്നെ നെറ്റിയിൽ പൊട്ട് തൊടാൻ പാടില്ല, നെറ്റിയിൽ പൊട്ട് തൊട്ടാല് ആ നെറ്റി പൊട്ടി ബ്ലഡ് വരും, ഒരു വിഗ്രഹത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ അമ്പലം തീ കത്തുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ വിശ്വസിച്ചു. ആ വചനം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് വീട്ടിൽ ചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ പ്രതികൂലങ്ങൾ എന്റെ മധ്യത്തിൽ ഇങ്ങനെ തന്നെ കടന്നു വരുന്നതിന് ഒരിക്കലും വിചാരിച്ചില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊട്ട് തൊടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ പൊട്ട് തൊട്ടാൽ എന്റെ നെറ്റിയിൽ നിന്ന് ബ്ലഡ് വരുമോ, ഞാൻ തൊടുകയില്ല. പക്ഷെ വീട്ടുകാരൊക്കെ പറയും ഇവർക്ക് കിർക്കായിരിക്കും. ഞാൻ പറഞ്ഞു, അല്ല, എനിക്കിഷ്ടമില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, നിനക്ക് എന്താണ് അവര് പറഞ്ഞു, പെന്തക്കോസ്തിന്റെ ആരാധനയിൽ പോയി എന്തെങ്കിലും പറ്റിയതായിരിക്കും, അവരെന്തെങ്കിലും നിന്നെ മയക്കിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ആരും മയക്കിയിട്ടല്ല, പക്ഷെ സത്യ ദൈവത്തെ ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയേറെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെന്നെ അമ്പലത്തിൽ പോകാനായിട്ട് നിർബന്ധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ, ഇല്ല, അമ്പലത്തിൽ വന്നേ പറ്റുള്ളൂ എന്ന് നിർബന്ധമായിട്ട് ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി. അമ്പലത്തിൽ ചെന്ന് ഹല്ലേലൂയ അവിടെ വെള്ളിയാഴ്ച ദിവസം ബാധ കഴിപ്പിക്കുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിയും ഹസ്ബൻഡും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൈയെടുത്ത് കൂപ്പാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ ചെയ്യില്ല, ഞാൻ കൈയെടുത്ത് കൂപ്പില്ല. ഞാൻ അമ്പലത്തിൽ ഹല്ലേലൂയ ഈ വിഗ്രഹത്തിന് മുന്നിൽ കൈയെടുത്ത് കൂപ്പിയാൽ തീർച്ചയായിട്ടും ഈ അമ്പലം തീ കത്തും, ഞാൻ കൈയെടുത്ത് കൂപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, വളരെയേറെ ഹല്ലേലൂയ, സ്തോത്രം കോപിച്ചിട്ട് ചേച്ചി എന്നെ അവിടെ വെച്ച് ഹല്ലേലൂയ എന്റെ കർണം തടിക്കാൻ ഇടയായി. എന്നാൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ തൊഴുകയില്ല. ആൾക്കാരൊക്കെ ഒന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൾക്ക് കിറുക്കാണ്, ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ജനം കൂടെ കൂടിയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവിടെ നിന്ന് ഹല്ലേലൂയ അല്ലാതെ വയലിലാകുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ ഞാൻ തൊഴുകയില്ല. ഞാൻ തൊഴുതാൽ ഈ അമ്പലം തീ തോർന്നപ്പോൾ ആൾക്കാരൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മുഴുവട്ടാണെന്ന്. അവർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത്ര ചെറുപ്പത്തിലേ ഇതിന് കിറുക്ക് വന്നല്ലോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ, എനിക്ക് അപ്പോഴേക്ക് എന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം സ്വർഗത്തിലെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഞാൻ മരിക്കുന്നിടത്തോളം ഞാൻ ഹല്ലേലൂയ ഒരു വിഗ്രഹത്തിന്റെ മുൻപിൽ കൈയെടുത്ത് കൂപ്പയില്ല എന്ന് അവിടെ വെച്ച് ഉറക്കെ പറയാനിടയായി. എന്നാൽ അവിടെ നിന്ന് ഞാൻ ഹല്ലേലൂയ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അപ്പോഴും പ്രതികൂലം തീർന്നില്ല. ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഹല്ലേലൂയ ഒരു ചെറിയ ന്യൂ ടെസ്റ്റമെന്റ് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ അതും അവരെടുത്ത് കത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ ബൈബിൾ കത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ബൈബിൾ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ആരും കാണാതെ രാത്രിയിലാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ബൈബിൾ കത്തിച്ചു ഞാൻ ചാരം കലക്കി എന്നെ കുടിപ്പിക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ അതിന് ഞാൻ റെഡിയായി. കാരണം എന്ന് വെച്ചാൽ എന്റെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് വചനമില്ല എന്ന് ഹല്ലേലൂയ ബൈബിൾ ഇല്ലാതെപ്പോൾ ഞാൻ വളരെ ദിവസം കരയാനിടയായി. എന്നാൽ പിറ്റേ ദിവസം ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും എന്നെ വളരെ സ്നേഹിച്ചിരുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവനെ ചേർത്തുകൊള്ളും. ആ വചനപ്രകാരം ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹല്ലേലൂയ, സ്തോത്രം, ധാരാളം സമയം കരയുമായിരുന്നു. ഞാൻ അവിടെ വീട്ടിൽ വെച്ച് പാടുന്ന ഒരു പാട്ട് ഹല്ലേലൂയ യേശുവിൻ നാമം, എന്നെ യേശുവിൻ നാമം, അതെനിക്ക് വളരെ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്ത ഒരു പാട്ടാണ്. അത് പാടുമ്പോൾ പലപ്പോഴും ചാണകവെള്ളം തളിച്ച് എന്റെ മുഖത്ത് തളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കാരണം അശുദ്ധമാകുന്ന കുന്ന് ഇവിടെ നിന്ന് പറയരുതെന്ന് പറയായിരുന്നു. എന്നാൽ പിന്നെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഒരു ബന്ധിച്ചിരുന്ന ഹല്ലേലൂയ, കാരണം എന്നെ പുറത്തു വിടാത്ത ഒരു അവസ്ഥയിലായി. പിറ്റേ ദിവസം ഒരു പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ചപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഇതിനെ നമ്മുടെ വിശ്വാസത്തിലേക്ക് കിട്ടുകയില്ല. അപ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ വീട്ടുകാർക്ക് ആകെ പ്രയാസമായി, എങ്ങനെയെങ്കിലും പെട്ടെന്ന് കെട്ടിച്ചുവിടാന്ന് വെച്ച് അത് നോക്കിയപ്പോൾ പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ ഇവളെ കെട്ടുന്നവനും മരിക്കും, അല്ലെങ്കിൽ ഇവള് മരിക്കും. അതും എന്റെ ജീവിതത്തിൽ ദൈവം ചെന്ന ഒരു കൃപയായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ എന്നെ കെട്ടിച്ചു വിട്ടേനെ. പക്ഷെ രണ്ടിലേതെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഇതിനെ എന്ത് ചെയ്യും? വളരെയേറെ ഹല്ലേലൂയ, സ്തോത്രം സൂക്ഷിച്ച് ആ വീട്ടിലാക്കി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് വചനം വായിക്കാനില്ല. രാത്രിയിൽ ഹല്ലേലൂയ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരയുമായിരുന്നു. ദൈവമേ, എനിക്കൊരു വചനം പോലും എനിക്ക് കേൾക്കാനില്ല, ഒരു ആശ്വാസത്തിന്റെ വചനം കേൾക്കാനില്ല. എന്നെ സ്നേഹിച്ചവരുടെ ഒക്കെയും മുഖം ഹല്ലേലൂയ എന്റെ നേരെ ഹല്ലേലൂയ നേരത്തെ ഉള്ളതുപോലെ അല്ല. ലാബാൻ ഹല്ലേലൂയ നോക്കിയതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബിനെ നോക്കിയതുപോലെ ആ മുഖത്തിന്റെ ഭാവമൊക്കെയും മാറിക്കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് തോന്നി ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷോർട്ട് ഹാൻഡ് പഠിക്കുമായിരുന്നു. ഷോർട്ട് ഹാൻഡ് ലോവർ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ റൂമിൽ
റൂമിൽ കയറിയിരുന്ന് ഞാൻ ഷോർട്ട് ഹാൻഡ് ഇങ്ങനെ എഴുതാനായിട്ട് ഇങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയില്ല, ഒരുപക്ഷെ ഹല്ലേലൂയ സ്തോത്രം, ഞാനും ഇത് കേട്ടാൽ ആദ്യം എനിക്ക് വിശ്വസിക്കില്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഞാൻ ഹല്ലേലൂയ ഷോർട്ട് ഹാൻഡ് എഴുതാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനമാണ് ദൈവം എനിക്ക് പറഞ്ഞു തന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഓരോ ദിവസവും ഹല്ലേലൂയ സ്തോത്രം ഒരു 10 ഹല്ലേലൂയ 20 വചനം വീതം സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് ഷോർട്ട് ഹാൻഡിൽ എഴുതി. ഹല്ലേലൂയ വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഷോർട്ട് ഹാൻഡ് എഴുതിയാണ്, അവർക്ക് തിരിച്ച് വായിക്കാൻ അറിയില്ല. എന്നാൽ പിറ്റേ ദിവസം ഞാൻ ആ വചനം വായിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നും. അങ്ങനെ ഓരോ ദിവസവും വചനം എഴുതി ഞാൻ പോരുന്ന സമയമായപ്പോൾ ഏകദേശം 3 ബുക്ക് നിറച്ച് സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് വചനം പറഞ്ഞു തന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്താലും ഹല്ലേലൂയ എത്ര ശ്രമിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം എനിക്കൊന്ന് ഹല്ലേലൂയ പോരണമെന്ന് വെച്ചാൽ എന്നെ വിടാത്ത അവസ്ഥ നമ്മൾ എന്നോട് പറഞ്ഞു, നീ 16 ശവത്തിന്റെ പുറത്ത് ചവിട്ടി നീ വിശ്വാസത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ 16 പേരും സ്വർഗ്ഗത്തിൽ പോയേക്കും, പക്ഷെ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യമല്ല. കാരണം എന്റെ ദൈവത്തെ അറിഞ്ഞത് ഞാൻ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് ചില വഴികളെ തുറന്നു തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ എറണാകുളത്ത് വെച്ച് എന്റെ ഫ്രണ്ട്സ് ഹല്ലേലൂയ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ശോഭയ്ക്ക് അങ്ങനെ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങി പോരുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഇന്ന് ഈ ദിവസം ഞാൻ ഹല്ലേലൂയ പെട്ടെന്ന് പറയട്ടെ, ഒരുപക്ഷെ ഹല്ലേലൂയ അങ്ങനെ ഇറങ്ങി പോകുന്ന ആ അവസ്ഥ ഹല്ലേലൂയ ഓർത്ത് നോക്കിയാല് എനിക്കിനി ജീവിക്കുമോ മരിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയുള്ള നാളുകൾ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എന്നെ കൊണ്ട് എന്റെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വഴി തുറന്നു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പോരാനിടയായി. എന്നാൽ എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, പല വിധത്തിൽ ഹല്ലേലൂയ അവരെന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ അങ്ങനെ ജീവിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് അവർ ആ ഫ്രണ്ട്സിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ശോഭ വിശ്വാസത്തിൽ നിൽക്കാൻ ആ ത്യാഗം സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്തോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാലും പ്രതികൂലങ്ങൾ ധാരാളം ആഞ്ഞടിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളായി. അങ്ങനെ ഷാരൂണില് ഹല്ലേലൂയ ആലുവയിലും മാത്യു പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ ചില ദിവസങ്ങൾ ആ ഫ്രണ്ട്സിന്റെ വീട്ടിൽ താമസിച്ചതിന് ശേഷം ഹല്ലേലൂയ കടന്നു വന്ന് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ വീണ്ടും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹസ്ബൻഡിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അതൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ഓരോന്നായി പ്രതികൂലങ്ങളുടെയും കടത്തിന്റെയും മധ്യത്തിൽ കൂടി കടന്നുപോയപ്പോൾ ഹല്ലേലൂയ ദൈവമേ എങ്ങനെ ജീവിക്കുന്നു പലപ്പോഴും നെടുവേർപ്പെട്ടു. എന്നാൽ ഏകദേശം ഹല്ലേലൂയ 2 മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹസ്ബൻഡിന്റെ അമ്മയും സിസ്റ്ററും തിരിച്ചവർ ആലപ്പുഴയ്ക്ക് പോയി. ഞങ്ങൾ മാത്രമായിട്ട് തീർന്നു. ഹല്ലേലൂയ. കാരണം കടം കയറി ഹല്ലേലൂയ ഇനി എങ്ങനെ ജീവിക്കുന്ന അവസ്ഥ ഹല്ലേലൂയ വന്നപ്പോൾ എല്ലാവരും വിട്ടുപോയി. അങ്ങനെ ഹല്ലേലൂയ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഈ സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം വേറൊരു സ്ഥലത്തേക്ക് പോവാം. ദൈവം ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും ഹല്ലേലൂയ കഴിവും തന്നിട്ടുണ്ട്, എവിടെങ്കിലും പോയി ജീവിക്കാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം എന്റെ ഒരു ചേച്ചിയും ഹസ്ബൻഡും കൂടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾ അറിഞ്ഞു, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ നിനക്ക് തരാനുള്ളതൊക്കെയും തന്നെ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ ആ സഹായം കിട്ടുന്നത് വലിയ കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് ഞാൻ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങനെ വായിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ 14-ാം അധ്യായം വായിച്ചത് ഹല്ലേലൂയ എനിക്ക് വളരെ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു വാക്യമായിരുന്നു. 14-ാം അധ്യായം അബ്രഹാം ഹല്ലേലൂയ രാജാവ് സോദോം രാജാവിനോട് പറയുന്ന കാര്യം, യുദ്ധം ജയിച്ചു വന്നപ്പോൾ സോദോം രാജാവ് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് പറയുകയാണ്, ഹല്ലേലൂയ സമ്പത്തൊക്കെ നീ എടുത്തുകൊള്ളുക, ആളുകളെ എനിക്ക് തരണം. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാം പിതാവ് ഹല്ലേലൂയ പറയുന്ന ആ മറുപടി ഹല്ലേലൂയ സ്തോത്രം, നീ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് ഹല്ലേലൂയ പറയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളിൽ യാതൊന്നും എടുക്കയില്ല എന്ന് ഇന്ന് പോലക്കാരുടെ കൈകളോട്ടി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ സത്യം ചെയ്യുന്നു. ആ വാക്കെന്നെ വളരെ ഹല്ലേലൂയ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വാക്യമായിരുന്നു. എന്നാൽ ആ തീരുമാനം അബ്രഹാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് 15-ാം അധ്യായത്തിൽ അതിന്റെ ശേഷം ഹല്ലേലൂയ ദൈവം അബ്രഹാമിനോട് ഹല്ലേലൂയ ദർശനത്തിൽ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനമേ ജീവിതത്തിൽ ഹല്ലേലൂയ വിടേണ്ടതൊക്കെ വിട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ ആശ്രയിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടമായ സ്ഥാനത്ത് ഹല്ലേലൂയ ജാതികളിൽ നിന്ന് ഹല്ലേലൂയ ആശ്രയം വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ വരില്ല. ഹല്ലേലൂയ ഏതായാലും കഷ്ടതയാണെങ്കിലും ഹല്ലേലൂയ എന്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചോളാം, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. നിന്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം
ജീവിക്കാൻ ഹല്ലേലൂയ എങ്ങനെയാണെന്ന് ഹല്ലേലൂയ പലപ്പോഴും ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവസേനയിൽ ഇരുന്നൊരു തീരുമാനം എടുത്തു. പിറ്റേ ദിവസം ആരോട് പറയാതെ ഞങ്ങൾ സ്ഥലം വിട്ട് പോവുക, എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ഹല്ലേലൂയ രൂപ ഉണ്ടാക്കിക്കൊണ്ട് വന്നതിന് ശേഷം ഈ കടമൊക്കെയും വീട്ടാം, ഈ ഭവനം ഇങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ആ തീരുമാനം എടുത്ത് രാത്രിയുടെ യാമത്തിൽ മുഴങ്കാലുകളെ മടക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഹല്ലേലൂയ രാത്രി നിങ്ങൾ പോകാനിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു ടെലഗ്രാം കൊണ്ടുവന്ന ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ആ സൈൻ ചെയ്ത് വാങ്ങിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ അമ്പലമേളില് എഫേസിലേക്ക് ചെല്ലണം, അന്ന് രാത്രി 10 മണിക്ക് ചെല്ലണമെന്നാണ് ആ ടെലഗ്രാമിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും വർക്കിന് വേണ്ടിയായിരിക്കും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഒരാഴ്ചക്ക് മുൻപ് ഞങ്ങൾ വർക്കേഴ്സിനെയൊക്കെ പറഞ്ഞു വിട്ടു, അതുപോലെ മെറ്റീരിയൽസ് ഒന്നുമില്ല, വളരെയേറെ പ്രതികൂലങ്ങൾ, എന്നാൽ പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. കാരണം തലേദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചത്, ദൈവമേ അവിടുത്തെ ഇഷ്ടമെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ഇഷ്ടമല്ല എന്ന്. കാരണം വളരെ ചെറുപ്പമാണ് എനിക്കും ഹല്ലേലൂയ ഹസ്ബൻഡിനും അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. എന്തൊരു തീരുമാനം എടുക്കുന്ന അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാൽ അന്ന് എഫ്എസ്സിറ്റിയിൽ ഒരു 10 മണിയായപ്പോൾ എഫ്എസ്സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എഫ്എസ്സിറ്റിയിലെ ജനറൽ മാനേജർ പറഞ്ഞു, ഒരു പർച്ചേസ് ഓർഡർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വർക്ക് ഹല്ലേലൂയ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, സാറേ ഞാൻ വർക്കുകളൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഇനി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇല്ല, ഞാൻ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ, അത് പറ്റില്ല, നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നിരിക്കുന്ന ആ ഗ്രിഡ്സ് ഇപ്പോഴും ഞങ്ങൾക്ക് ഹല്ലേലൂയ ഗ്യാരണ്ടിയോടെ അതിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പർച്ചേസ് ഓർഡർ വാങ്ങി വീട്ടിൽ വന്നിട്ട് എന്നെ പറഞ്ഞു, എന്തിനാ ഇതും കൊണ്ട് ചിരുന്നിട്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ബാങ്കിലെ മാനേജറെ കാണുകയും അദ്ദേഹം എത്ര വേണമെങ്കിലും ലോൺ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ്, ഞാൻ പെട്ടെന്ന് പറയട്ടെ, അങ്ങനെ ആ ലോൺ സാങ്ഷനായി. ആ ബിസിനസ് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു വിട്ട ഹല്ലേലൂയ എല്ലാ സ്റ്റാഫിനെയും തിരിച്ചെടുക്കാനിടയായി. ഹല്ലേലൂയ സ്തോത്രം ഒരു 45,000 രൂപയുടെ ഒരു ഓർഡർ ആയിരുന്നു. ആ വർക്ക് ഹല്ലേലൂയ സ്തോത്രം തീരുന്നതിന് ഏകദേശം ഒരാഴ്ച മുൻപ് അടുത്ത 1.25 ലക്ഷത്തിന്റെ ഓർഡർ വേറെ കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആ കഷ്ടതയുടെ നടുവിലും ഹല്ലേലൂയ കൈവിടാത്ത സ്വർഗത്തിലെ ദൈവത്തിന് ഹല്ലേലൂയ വളരെയേറെ നന്ദി കരേണ്ടതായി. കാരണം ജാതികളുമായിട്ട് നമുക്ക് വ്യവഹാരമില്ല ദൈവങ്ങളെ. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുകയാണെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചതാണ് ഹല്ലേലൂയ സ്തോത്രം. എന്ത് വന്നാലും ഒരു മനുഷ്യന്റെ മുൻപിൽ എന്റെ കൈകളെ നീട്ടുകയില്ല എന്നും ഹല്ലേലൂയ മനുഷ്യന്റെ മുൻപിൽ ഞാൻ വ്യവഹാരത്തിന് പോവുകയില്ല എന്നും ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് മുൻപിൽ ഇത്രത്തോളം ദൈവം എന്നെ നിലനിർത്തി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഹല്ലേലൂയ ദൈവമേ ജാതികളുടെ മുൻപിൽ വീണുപോകാതെ താണുപോകാതെ എന്നെ നിർത്തണമേ, ഞാൻ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തരണമേ എന്ന് ഹല്ലേലൂയ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ ഹല്ലേലൂയ സ്തോത്രം, അന്ന് ഹല്ലേലൂയ ആദ്യമായി ദൈവം അനുഗ്രഹിച്ചപ്പോൾ, ഹല്ലേലൂയ ആദ്യമായി സമ്പത്തുകളെ തന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതമെങ്കിൽ ദൈവം ഇത്രമാത്രം സമ്പന്നമെങ്കിൽ അത് ഞങ്ങളുടെ നാമം മഹത്വപ്പെടാനില്ല, എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടതൊക്കെയും തരുമ്പോൾ ഓരോ ദിവസവും താഴ്മയോട് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ ഞങ്ങൾക്കൊരു മോനുണ്ടായി. ആ മോന് ഹല്ലേലൂയ 3 വയസ്സായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ വീണ്ടും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരു മകളെ തന്നു. ഞാൻ ചുരുക്കമായി പെട്ടെന്ന് പറയട്ടെ, ഒരു മകളെ തന്നു. ആ മകള് ഹല്ലേലൂയ സ്തോത്രം 6 വയസ്സ് വരെ ഹല്ലേലൂയ വളരെ ആരോഗ്യത്തോടെ ഹല്ലേലൂയ യാതൊരു അസുഖമില്ലാത്ത ഹല്ലേലൂയ ഒരവസ്ഥയില്, കാരണം വളരെയേറെ സൗന്ദര്യം, പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ സൗന്ദര്യവും ഹല്ലേലൂയ ബുദ്ധിയും ശക്തിയും എല്ലാം കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം വെളുത്ത് ചുമന്ന ഒരു കുഞ്ഞ് ആര് കണ്ടാലും അതിനെ നോക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അവിടെ വീണ് അതിന്റെ കാലൊന്ന് മുറിഞ്ഞു. ആ കാല് ഹല്ലേലൂയ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ അത് ഹീൽ ചെയ്യാതെ വളരെയേറെ പ്രയാസപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും മോള് പറയായിരുന്നു, മമ്മി എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വയ്യ എന്ന്. അത്ര ബുദ്ധിയുള്ള ആ കുഞ്ഞാണ്. അന്ന് മെമ്മറി ടെസ്റ്റിന് മെഡൽ കിട്ടിയതുപോൾക്ക് മോക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറയും മോക്കല്ല അമ്മയ്ക്കാണ് കുഴപ്പമെന്ന്, കാരണം അത്ര പോലും ആ കുഞ്ഞിന് യാതൊരു രോഗമില്ലെന്ന് ഡോക്ടേഴ്സ് പോലും പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഹല്ലേലൂയ സ്തോത്രം പെടലി സ്റ്റിഫായി അനക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ട്യൂമറാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ മെഡിക്കൽ ടെസ്റ്റിൽ ചെന്ന് അവർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ്, എന്തായാലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാൻ അതിന്റെ തല മുട്ടയടിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ മുട്ടയടിക്കാനായിട്ട് തരില്ല, എനിക്കത് കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പൊട്ടി കരയേണ്ടതിനോടെ. എന്നാൽ ഏതായാലും
അവിടെ വെച്ച് ഓപ്പറേഷൻ നടന്നില്ല. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വെല്ലൂർ കൊണ്ടുപോയി. ആ വെല്ലൂർ കൊണ്ടുകഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു, ഇതിന് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. കാരണം എവിടെ കൊണ്ടുപോയാലും ഇതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. കാരണം ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം പാരസാകും, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആന്റി പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ എങ്ങും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ദൈവം തന്ന കുഞ്ഞാണ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഭവനത്തിൽ വന്നു. 7 ദിവസം ഹല്ലേലൂയ ഭാര്യവനെ യോനാച്ചനും കുഞ്ഞച്ചാനും ഒക്കെ കടന്നു വന്നു. ഹല്ലേലൂയ സഭയായി 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ടിരുന്നു. എന്നാൽ ചില പ്രയാസങ്ങളുടെ വാക്കുകളും കഷ്ടങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ആ പ്രത്യാശ ചോർന്ന പോലെയുള്ള ഒരവസ്ഥ. അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം മോക്ക് സുഖമില്ലാതായി. വീണ്ടും സുഖമില്ലാതായപ്പോൾ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ചു പോരുന്ന ആ ഹോസ്പിറ്റലിൽ വെച്ച് താഴെ വീണ് കണ്ണില് ഹല്ലേലൂയ സ്തോത്രം വാച്ച് അടിച്ചുകൊണ്ട് വേദനയോടെ തിരിച്ചു വീട്ടിലേക്ക് വന്നു. December 31 അന്നായിരുന്നു. അന്ന് ഞാനും മോളും ട്രിവാൻഡ്രത്ത് മോനും ഹസ്ബൻഡും കൂടി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം LF അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആണ്. ആ കണ്ണിന് കാഴ്ചയില്ല, കണ്ണ് റെഡിഷ് കളറാണ്. ഹല്ലേലൂയ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓപ്പറേഷന് ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് വിധേയനായി. ഇതൊന്നും ഞാൻ അറിയാതെ ഞാനും മോളും ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോഴേക്കും മോള് പാരലൈസ്ഡായി, മോക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാനും കുഞ്ഞും അവിടെയായിരുന്നു. എന്നാൽ ഹസ്ബൻഡ് ഹല്ലേലൂയ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ വ്യക്തിക്ക് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇനി നടക്കാൻ പറ്റില്ല. കാരണം ഡബിൾ വിഷൻ ആയിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ എപ്പോഴും ആശ്രയം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിൽ കണ്ടപ്പോ വളരെ വേദന വന്നു. ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പെട്ടെന്ന് മോക്കാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഹസ്ബൻഡ് ആണെങ്കിലും വയ്യ, കണ്ണ് കെട്ടിക്കിടക്കുകയാണ്. 3 മാസം കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം എന്റെ ഹസ്ബൻഡിന് ഹല്ലേലൂയ സ്തോത്രം ആ 3 മാസം കഴിയുമ്പോൾ കണ്ണിന്റെ കെട്ടഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. ഒരു ദിവസം രാവിലെ എന്തുകൊണ്ടോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്റെ ഇഷ്ടമല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ നടക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ്? അതിന് 2 ദിവസത്തിന് മുൻപ് എന്നെ വളരെ ഹല്ലേലൂയ സ്ട്രൈക്ക് ചെയ്ത ഒരു പാട്ടാണ് ഹല്ലേലൂയ ആശ്വാസമേ എനിക്ക് ഏറെ തിങ്ങിയിടുന്നു. എനിക്ക് ആ പാട്ട് പാടണം, പക്ഷെ പാട്ടറിയില്ല. ഞാൻ ഒരാളിനെ വിട്ട് കാസറ്റ് വാങ്ങി ആ പാട്ട് പഠിച്ചതിന് ശേഷം മോളുടെ അടുക്കലിരുന്ന് ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടായിരുന്നു, ആശ്വാസമേ എനിക്ക് ഏറെ തിങ്ങിയിടുന്നു. എന്നാൽ ഏകദേശം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കുഞ്ഞിനെ പെട്ടെന്ന് വയ്യാതായി. അങ്ങനെ ആ മോള് ഹല്ലേലൂയ ഞങ്ങളെ വിട്ട് ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ പോകാൻ തന്നെ വഴിയായി. ദൈവജനമേ പറയട്ടെ, ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം വേദനയോടെ ഹല്ലേലൂയ ആ കുഞ്ഞ് ഞാൻ മരിച്ചു കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എന്റെ കുഞ്ഞ് രക്ഷപ്പെടും, തീർച്ചയായിട്ടും ദൈവം പിടിപ്പിക്കുമെന്ന് അത്രമാത്രം വിശ്വസയോടെ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ വളരെയേറെ വേദന തോന്നി. ഏകദേശം 19 ദിവസത്തോളം ഞാൻ ആരോടും സംസാരിക്കാതെ റൂമിൽ കയറി ഇരിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, യോനാ പ്രവചനം അവസാന അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം നീ അധ്വാനിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യാതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരികയും ഒരു ദിവസം കൊണ്ട് വാടിപ്പോകുന്ന യാവനത്തിനെ ചൊല്ലി നീ വിലപിക്കുന്നത് എന്ത്? ഹല്ലേലൂയ എന്നോട് ചോദിച്ചു, നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നു? നമ്മൾ മാത്രമായിട്ടല്ലേ വന്നത്? ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഹല്ലേലൂയ ദൈവം വിളിച്ചുവെങ്കിൽ അവൾക്ക് ആ കുഞ്ഞ് ഹല്ലേലൂയ നമ്മളുടെ മോള് ദൈവസന്നിധിയിലുണ്ട്, നീ ഭാരപ്പെടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അനേകർ വന്നിട്ട് എന്നോട് ചോദിക്കും, ആ മോളില്ലാത്ത വീട്ടിലെ ശോഭയെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വേദന. ഞങ്ങൾ എന്റെ കുഞ്ഞ് ഇവിടെയുണ്ട്, എന്റെ കുഞ്ഞ് എന്റെ കർത്താവിന്റെ അടുത്തുണ്ട് വരുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പലപ്പോഴും ആശ്വസിച്ചിരുന്നു ഹല്ലേലൂയ. എന്നാൽ 19 ദിവസം രാത്രി കേൾക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ? എന്റെ ഹല്ലേലൂയ ഏറ്റവും മൂത്ത ബ്രദർ ഹല്ലേലൂയ സ്തോത്രം വീട്ടിലേക്ക് പോകുന്ന വഴി ഹല്ലേലൂയ ഒരു ബൈക്ക് ആക്സിഡന്റില് ഒരു ടെമ്പോ ഇടിച്ച് ആ സ്പോട്ടിൽ വെച്ച് മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം വെറും 46 വയസ്സ് മാത്രമുള്ള ഹല്ലേലൂയ ബ്രദർ മരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് അവിടെ ചെന്ന് ഇതൊക്കെയും ഫേസ് ചെയ്തപ്പോൾ ദൈവമേ എന്തുകൊണ്ട് എങ്ങനെ ഇതൊക്കെയും സഹിക്കുമെന്ന്
പലപ്പോഴും വേദനയോട് ചോദിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ നിന്നതല്ല, സ്വർഗത്തിലെ ദൈവം ഈ പ്രതികൂലങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരാധനയ്ക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം എല്ലാവരും ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ഈ പാവം എന്ന് വെച്ചാൽ അനുസരണക്കേടാണെന്ന് അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഈ ഭാര്യവരും യോനാച്ചാൻ 2-3 മാസങ്ങൾക്ക് മുൻപ് മുതൽ പറയുമായിരുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ബാബുവിനെ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കർത്താവിന് വേല ചെയ്യാൻ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യോനാച്ചാൻ, ഞാൻ ഒരിക്കലും ഹല്ലേലൂയ വേറെ എന്ത് വേണേലും ചെയ്യാം, സുവിശേഷ വേല ചെയ്യാം, ഒരു പാസ്റ്ററാകാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ല. എന്നാൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ബാബുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യമാണത്, ബാബു ചെയ്യണം. ഇല്ല, ഞാനൊരു പാസ്റ്റർ ആവില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏകദേശം ഹല്ലേലൂയ, സ്തോത്രം 3 മാസം കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് അസുഖം വന്നു. അതിനുശേഷം ഹല്ലേലൂയ, സ്തോത്രം, മോളിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫാക്ടറി ഉണ്ട് മണിക്കക്കടവില്. ഇപ്പോഴതെല്ലാവരും അറിയും, വീഗാലാൻഡ് എന്നാണ് അറിയുന്നത്. അന്ന് വീഗാലാൻഡ് ഒന്നുമില്ല. ആ ഫാക്ടറിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എന്റെ മോനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ വഴിയെ കൂടെ പോകുന്ന അനേകർ കടന്നു വന്ന് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരികയും ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, സ്തോത്രം, രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ആ മോള് ഹല്ലേലൂയ, സ്തോത്രം, മാർച്ചിൽ ഹല്ലേലൂയ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആ ഡിസംബർ ആകുന്നതിന് മുൻപായി ഹല്ലേലൂയ 13 ജീവിതങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെടുവാനിടയായി. ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞിനെ സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് എടുത്തപ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ അനേക കുടുംബങ്ങൾ, അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ ദൈവം സഹായിച്ചു. ആ മനക്കക്കടവ് ദേശത്ത് ഹല്ലേലൂയ ആ വീഗാലാൻഡിൽ പോയിരിക്കുന്നവർക്കറിയാം, വീഗാലാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ആദ്യത്തെ ചർച്ചാണ്. ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ധാരാളം ഹല്ലേലൂയ ആത്മാക്കൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം, എറണാകുളത്ത് ബൈപ്പാസില് ഒരു ചർച്ചിൽ ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് പാസ്റ്ററായി ഏകദേശം 13 വർഷമായിട്ട് ഹല്ലേലൂയ പാസ്റ്ററായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, അതും ചെയ്യുന്നു. ഹല്ലേലൂയ, എന്റെ കർത്താവ് ഈ നാളുകളിൽ ഞങ്ങളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അതായി തീരുവാനായിട്ടാണ് ആഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. ഈ നാളുകളിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഇണങ്ങിയ ആയുധങ്ങളായി തീരുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഹല്ലേലൂയ ദൈവമക്കൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയ ചുരുക്കത്താൽ ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ, ഇനിയും ഹല്ലേലൂയ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഒരു വർഷം കൂടി ഹല്ലേലൂയ ദൈവം തന്നാൽ ഈ ഒരു കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി നടത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവൻ കൃപ ചെയ്യട്ടെ. കർത്താവ്